എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളാണെങ്കിൽ ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചു, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഈ ഡെൻസിറ്റി എന്തുവാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തുവായിരുന്നു ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയമാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തുവായിരുന്നു? അപ്പം ഡെൻസിറ്റിയുടെ യൂണിറ്റ് കാണാൻ നമ്മൾ എന്തോ ചെയ്യണം? മാസിൻ്റെ യൂണിറ്റിനെ വോളിയത്തിൻ്റെ യൂണിറ്റും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും? ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിട്ടും. അപ്പം മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്, വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബാണ്. അപ്പം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അപ്പം ഡെൻസിറ്റി കാണുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം, ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഇനി നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി എന്തുവാന്ന് പഠിച്ചാലോ. അപ്പോൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് അതിനു മുമ്പ് നമുക്കൊരു ഉദാഹരണം പറയാം. അതായത് നമ്മളാണെങ്കിൽ ഒരു പാത്രത്തിലാണെങ്കിൽ വെള്ളവും മണ്ണെണ്ണയും കൂടെ ഒഴിച്ചു. അപ്പോൾ എന്തോ ചെയ്തു? അതിൻ്റെ അകത്ത് നമ്മളാണെങ്കിൽ ഒരു പാത്രത്തിലോട്ടാണെങ്കിൽ വെള്ളവും മണ്ണെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? ഈ മണ്ണെണ്ണ ഇങ്ങനെ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് പൊങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നും അല്ലേ. അതെന്തുവാ? അതിന് കാരണം എന്തുവാ? അത് നമ്മളിപ്പം പറഞ്ഞ ഡെൻസിറ്റിയാണ് അത് കാരണം. അതായത് മണ്ണെണ്ണയുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് ജലത്തിൻ്റെ സാന്ദ്രതയെക്കാട്ടി കുറവാണ്. അതുകൊണ്ടാണ് മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പം നോക്കിയേ, നമുക്കാണെങ്കിൽ ഇനി കുറച്ച് ജലത്തിനെക്കാട്ടി സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ വസ്തുക്കളെയും ജലത്തിനെക്കാട്ടി സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളൊക്കെ എക്സാമ്പിൾസ് നമുക്കൊന്ന് പറഞ്ഞാലോ. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ജലത്തിനെക്കാട്ടി സാന്ദ്രത കൂടിയതിനും ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ജലത്തിനെക്കാട്ടി സാന്ദ്രത കുറഞ്ഞതിനും ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. നോക്കി, അപ്പം ജലത്തിനെക്കാട്ടി സാന്ദ്രത കൂടിയതിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. ഇവിടെ ഹണി, തേൻ തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാ? ഗ്ലിസറിൻ നമുക്ക് പറയാം, മെർക്കുറി നമുക്ക് പറയാം, സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഉപ്പുവെള്ളം നമുക്ക് പറയാം. അപ്പം ജലത്തിനെക്കാട്ടി സാന്ദ്രത കൂടിയ വസ്തുക്കളാണ് തേന്, ഗ്ലിസറിൻ, മെർക്കുറി, സോൾട്ട് വാട്ടർ. ഇനി നമുക്ക് അടുത്തതായിട്ട് ജലത്തിനെക്കാട്ടി സാന്ദ്രത കുറഞ്ഞതിനെ പറ്റി പറയാം. അപ്പോൾ ഇവിടെ കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണ എന്ന് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? പെട്രോള് പറയാം, ഡീസൽ പറയാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ പറയാം. ഇതെല്ലാം ജലത്തിനെക്കാട്ടി ഡെൻസിറ്റി കുറഞ്ഞ, അതായത് സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളാണ്. ഏതൊക്കെ? പെട്രോള്, ഡീസല്, കെറോസിന്, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇതെല്ലാം. അപ്പം നോക്കി, ഇനി അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണെന്ന്. ജലത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പം ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിനോട്ട്സ് ഹൗ മെനി ടൈംസ് ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ദി ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. അതായത് നമ്മുടെ ഈ ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ആ പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് നമുക്കൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ നമുക്ക് പറയാം, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി റേഷ്യോ ഓഫ് ദി ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ടു ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസിൻ്റെയും ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെയും റേഷ്യോയെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പം മണ്ണെണ്ണയുടെ
ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിയെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? മണ്ണെണ്ണയുടെ ഡെൻസിറ്റിയെ ജലത്തിൻ്റെ ഡെൻസിറ്റിയും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. അപ്പം നമുക്കറിയാം ജലത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 kg/m³ ജലത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 810 kg/m³ ആണ്. അപ്പം മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ നമ്മളാണെങ്കിൽ മണ്ണെണ്ണയുടെ ഡെൻസിറ്റിയെ ജലത്തിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം മണ്ണെണ്ണയുടെ ഡെൻസിറ്റി 810 kg/m³, ജലത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 kg/m³. അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. അപ്പം 0.81 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയേ, നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പം റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. കാരണം എന്തുവാ? ഇവിടെ നോക്കിയേ, മുകളിലും വരും കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി, അതിൻ്റെ യൂണിറ്റ് എന്തോ kg/m³. താഴെയും എന്താണ് എടുക്കുന്നത്? ജലത്തിൻ്റെ ഡെൻസിറ്റിയാണ്, അതിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? kg/m³ ആണ്. അതായത് മുകളിലും kg/m³ ഉണ്ട്, താഴെയും kg/m³ ഉണ്ട്. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റിക്ക് നമുക്ക് യൂണിറ്റ് ഇല്ല. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് A hydrometer is a device that is used to measure the relative density of a liquid. അതായത് ഈ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണമാണ് ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഈ ലാക്ടോമീറ്ററിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് ലാക്ടോമീറ്റർ? പ്യൂരിറ്റി ഓഫ് മിൽക്ക്, അതായത് പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരാണ് ലാക്ടോമീറ്റർ. ഈ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാലോ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഈ രണ്ട് ഉപകരണവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, അതായത് പ്ലവന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിലേറ്റീവ് ഡെൻസിറ്റിയിൽ ഓർത്തിരിക്കുക. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത്. അതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അതല്ലെങ്കിൽ പ്ലവന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും കാര്യം റിലേറ്റീവ് ഡെൻസിറ്റിയിൽ അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്കൽസ് ലോയെ പറ്റിയാണ്. അപ്പോൾ ഈ പാസ്കൽസ് ലോ കണ്ടുപിടിച്ചത് ബ്ലെയ്സ് പാസ്കൽ എന്നും പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ പാസ്കൽസ് ലോ എന്ന് അതറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മളാണെങ്കിൽ JCB എക്സ്കവേറ്ററൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതെന്തുവാണ് അതിൻ്റെയൊക്കെ പ്രയോജനം? അപ്പോൾ ഈ വലിയ ഭാരം കൂടിയ വസ്തുക്കളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനോ അല്ലെങ്കിൽ മണ്ണൊക്കെ മാറ്റിയിടാനും ഒക്കെയാണ് നമ്മൾ ഈ JCB ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ JCBക്ക് ഒരു കൈയുണ്ട്. ആ കൈ ഉപയോഗിച്ചാണ് ആ മണ്ണുകളെ നമ്മൾ നീക്കാനോ അല്ലെ സാധനങ്ങളെയൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ JCBയുടെ അകത്ത് ഒരു ലിവർ കാണും. അത് ആ ഡ്രൈവർ ആണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ആ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നത്. അപ്പം നോക്കി, ഈ കൈക്ക് തന്നെ എന്തോരം ഭാരമാണുള്ളത്. ഇരുമ്പും കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണല്ലോ ഈ JCBയുടെയൊക്കെ കൈ. അപ്പോൾ അതിന് തന്നെ നല്ല ഭാരമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളാണെങ്കിൽ കുറേ മണ്ണൊക്കെ മാറ്റുന്നു. അപ്പോൾ അതിനും കുറേ ഭാരമുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ മാറ്റണമെങ്കിൽ കുറേ അതിനനുസരിച്ചായ ബലം അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കണം. പക്ഷെ നമ്മൾ അത്രയും ഫോഴ്സ് ആ ലിവറിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ JCBയുടെയൊക്കെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ടാണ്. അതും അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ആണെങ്കിൽ
ഒരു ഓപ്പൺ കാണും ടൂത്ത് പേസ്റ്റിന്. അപ്പോൾ നമ്മളാണെങ്കിൽ ആ ടൂത്ത് പേസ്റ്റിൻ്റെ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, ആ ഓപ്പണിൽ കൂടെ ആണെങ്കിൽ പേസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് വരും. അപ്പം അത് നോക്കി അതിനിപ്പം മുകളിൽ ഞെക്കണമെന്നോ താഴെ അമർത്തണമെന്നോ വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മൾ എവിടെ പ്രഷർ കൊടുത്താലും ആ ഓപ്പണിങ്ങിൽ കൂടെ എന്തോ ചെയ്യും, ആ പേസ്റ്റ് പുറത്തോട്ട് വരും. അതും മനസ്സിലായില്ലേ? നമ്മളാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ അകത്ത് നിറച്ച് നമ്മളാണെങ്കിൽ വെള്ളം നിറച്ചിട്ടാണെങ്കിൽ ഒരിടത്ത് കെട്ടിയിട്ടേക്കുന്നു. എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു മൊട്ടു സൂചി കൊണ്ടോ ഒരു സൂചി കൊണ്ടോ 2-3 ഹോൾ ഇട്ട് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, ആ ഹോളിൽ കൂടെ എല്ലാം വെള്ളം എന്തോ ചെയ്യും, പുറത്തോട്ട് വരും അല്ലേ? അപ്പോൾ ആ പുറത്തോട്ട് വരുന്നു. അപ്പം നമ്മൾ ആ പ്ലാസ്റ്റിക് ബാഗിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? അപ്പോൾ നമ്മളാണെങ്കിൽ ആ പ്ലാസ്റ്റിക് ബാഗിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പുറത്തോട്ട് വരും. പക്ഷേ ആ പുറത്തോട്ട് വരുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ വോളിയം എങ്ങനെ ആയിരിക്കും? ഒരുപോലെ ആയിരിക്കും. അതായത് നമ്മളാണെങ്കിൽ പ്രഷർ കൊടുത്താലും പക്ഷേ വോളിയത്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഈ പാസ്കൽസ് ലോ പറയുന്നത്. അപ്പോൾ പാസ്കൽസ് ലോയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദി പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വൽ അറ്റ് ഓൾ പാർട്സ് ഓഫ് ദി ലിക്വിഡ്. അതായത് ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതായതാണെങ്കിൽ ഓർത്തിരിക്കുക, ഈ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംവൃത വ്യൂഹം. അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലിരിക്കുന്ന ലിക്വിഡിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും അത് അനുഭവപ്പെടുന്നത്. ഈ ലോയെയാണ് പാസ്കൽസ് ലോ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് പാസ്കൽസ് ലോ എന്ന് ഇത് അറിയപ്പെടുന്നത്. ദി പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദി ലിക്വിഡ്. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ പാസ്കൽസ് ലോ എവിടെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഈ ഹൈഡ്രോളിക് ബ്രേക്ക്, വാഹനങ്ങളിലൊക്കെ ഹൈഡ്രോളിക് ബ്രേക്ക് ഉപയോഗിക്കുന്നത് പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിലാണ്. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, ഇതെല്ലാം പാസ്കൽസ് ലോയുടെ ബേസിസിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നോക്കി, ഈ ഹൈഡ്രോളിക് ജാക്ക് എന്തുവാന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? നമ്മൾ ഈ സർവീസ് സ്റ്റേഷനിലൊക്കെ ഈ വാഹനങ്ങൾ കഴുകാൻ നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വാഹനത്തിനെ ഇങ്ങനെ പൊക്കി വെക്കുന്നത്? ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാസ്കൽസ് ലോയാണ്. അപ്പം പാസ്കൽസ് ലോ വെച്ച് നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലെ പ്രിൻസിപ്പിൾ എന്ന്, ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാസ്കൽസ് ലോയാണ്. ഇനി നമ്മൾ ഈ ഹൈഡ്രോളിക് ജാക്ക് എങ്ങനെയാണ് പാസ്കൽസ് ലോ വെച്ച് പ്രവർത്തിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി ഒരു ഫിഗറൊക്കെ കാണിച്ചിട്ടുണ്ട്. 2 സിലിണ്ടർ ഉണ്ട്. ആ 2 സിലിണ്ടറും ആണെങ്കിൽ ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണെങ്കിൽ ലിക്വിഡും നിറച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ രണ്ടിൻ്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോക്കിയേ. ആദ്യത്തെ സിലിണ്ടറിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1. രണ്ടാമത്തെ സിലിണ്ടറിനെ വൈ ആയിട്ട് എടുത്തിരിക്കുന്നു. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ A2. അതായത് രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് ആദ്യത്തെ സിലിണ്ടറിനെ കാട്ടി കൂടുതൽ. അപ്പം ഞാനാണെങ്കിൽ ആദ്യം ഈ എക്സ് എന്ന് പറയുന്നിടത്ത് F1 എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? നമ്മുടെ പാസ്കൽസ് ലോ വെച്ച് എന്തോ പറയുന്നത്? പാസ്കൽസ് ലോ നമ്മുടെ ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഒരു ലിക്വിഡിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും അനുഭവപ്പെടുന്നതെന്നാണ് പാസ്കൽസ് ലോ വെച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിയേ,
എക്സിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് വൈയിൽ അനുഭവപ്പെടുന്ന പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അതായത് എക്സിലും വൈയിലും അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് തുല്യമായിരിക്കും. എക്സിലെ പ്രഷറിനെ നമുക്ക് പി എക്സ് ആയിട്ട് എടുക്കാം, വൈയിലെ പ്രഷറിനെ നമുക്ക് പി വൈ ആയിട്ട് എടുക്കാം. അപ്പം പി എക്സ് ഇസ് ഈക്വൽ ടു പി വൈ എന്ന് നമുക്ക് പറയാം. പ്രഷർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പം നമ്മുടെ പി എക്സിൻ്റെ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ അറിയാം? പി എക്സിൻ്റെ പ്രഷറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് വൺ ബൈ എ വൺ എന്ന് എഴുതാം. കാരണം എഫ് വൺ എന്ന് പറഞ്ഞ ഫോഴ്സാണ് എക്സ് എന്ന് പറഞ്ഞ സിലിണ്ടറിൽ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എ വൺ ആണ്. അപ്പം പി എക്സ് അതായത് പ്രഷർ അറ്റ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് വൺ ഡിവൈഡഡ് ബൈ എ വൺ എന്ന് എഴുതാം. അതുപോലെ തന്നെ വൈ എന്ന് പറഞ്ഞ സിലിണ്ടറിലെ പ്രഷറിനെ നമുക്ക് എഫ് ടു ഡിവൈഡഡ് ബൈ എ ടു എന്ന് എഴുതാം. അവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഫ് ടുവിന് ഒരു ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് എന്തോ എഴുതാം? എഫ് ടു ഇസ് ഈക്വൽ ടു എ ടു ഡിവൈഡഡ് ബൈ എ വൺ ഇൻറ്റു എഫ് വൺ എന്ന് നമുക്ക് എഴുതാം. അതായത് രണ്ടാമത്തെ സിലിണ്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ ടു ഡിവൈഡഡ് ബൈ എ വൺ ഇൻറ്റു എഫ് വൺ ആണ്. അപ്പം നോക്കിയേ, രണ്ടാമത്തെ സിലിണ്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിലിണ്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെക്കാട്ടി ഏകദേശം 100 മടങ്ങ് ഏരിയ ആയിരിക്കണം രണ്ടാമത്തെ സിലിണ്ടറിൻ്റേത്. അപ്പം നോക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ടു ഇസ് ഈക്വൽ ടു 100 എ വൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ടു ഡിവൈഡഡ് ബൈ എ വൺ ഇസ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ടു ഇസ് ഈക്വൽ ടു 100 എഫ് വൺ എന്ന് നമുക്ക് കിട്ടും. അതായത് ലാർജ് പിസ്റ്റൺ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ വെൻ എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ദി സ്മോൾ പിസ്റ്റൺ. നമ്മളാണെങ്കിൽ ആദ്യത്തെ പിസ്റ്റൻ്റെ അകത്ത് 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ തന്നെ നമുക്ക് രണ്ടാമത്തെ പിസ്റ്റൻ്റെ അകത്ത് 100 ന്യൂട്ടൺ ബലം അനുഭവപ്പെടും. അതായത് നമ്മൾ ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുന്നു, പക്ഷേ കൂടുതൽ ഫോഴ്സാണ് നമുക്ക് രണ്ടാമത്തേത്തിൽ കിട്ടുന്നത്. അതിലൂടെ നമുക്ക് ആ കാറൊക്കെ ഉയർത്താൻ പറ്റും. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് എഫ് ടു എന്ന് പറയുന്നത് കൂടുതലാണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്ക് ഹൈഡ്രോളിക് ജാക്ക് വഴി കാറൊക്കെ ഉയർത്താൻ പറ്റുന്നത്, പാസ്കൽസ് ലോ വെച്ച്.